ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആര്യൻ എന്ന മത്സരാർത്ഥി എന്തൊരു വെറുപ്പിക്കലാണെന്നേ. ഒട്ടും തന്നെ ലൈക്കബിൾ ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരു മനുഷ്യനല്ല. വെറും വെറുപ്പിക്കലായിട്ടുള്ള അസഹനീയമായിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറിയിരിക്കുകയാണ് ഇപ്പൊ നിലവില്. ഇത് ഞാൻ പറയാൻ കാരണം അനുമോൾ ആ ഒരു ക്യാരക്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കണ്ടിട്ട് ഉപ്മ എടുക്കാനായിട്ട് ഉടനെ ആര്യം പോകുന്നുണ്ട്. എന്ത് ഗോഷ്ടിയൊക്കെയാണ് മുഖത്ത് കാണിക്കുന്നത്. ചുമ്മാ ഒരാവശ്യമില്ലാതെ അങ്ങ് വിതറുവാണ്, മെഴുകുവാണ്. ഇതിൽ വലിയൊരു പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. അനുമോള് ക്യാരക്ടർ എടുത്തത് തെറ്റല്ലെങ്കിൽ ഇതും തെറ്റല്ല, അതൊക്കെ വേറെ കാര്യം. അനീഷിനെ കുറെ വൃത്തികെട്ട വാക്കുകൾ ആര്യൻ ഇതിപ്പോ 1-2 ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്. ഇന്നും വിളിക്കുന്നതായിട്ട് കേട്ടിരുന്നു. ഇതിപ്പോ അനീഷിനെ കക്കൂസ് തുമ്പി എന്നൊരു വാക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്ത് തരംതാണൊരു പ്രയോഗമാണത്. ശരിക്കും നാണവും മാനവും ഉള്ള ആരും ഇങ്ങനെയൊക്കെ പറയാനായിട്ട് മടിക്കും. ഇതേപോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതിനെ ചിരിച്ചു കൊടുക്കാൻ അവിടെ മസ്താനിയും ടീമുകളും എല്ലാവരും തന്നെ ഇരിപ്പുണ്ട്, അക്ബറും ഒക്കെ ഇരിപ്പുണ്ട്. ആര്യം പിന്നെ അനീഷിനെ ക്രാപ്പൻ എന്നും അതേപോലെ തന്നെ പിതാവിനെ പോയി സ്മരിക്കെന്നും അങ്ങനെ കുറെ മോശമായ വാക്കുകൾ വിളിക്കുന്നുണ്ട്. ഇതിനൊന്നും മീനിങ് അറിഞ്ഞിട്ടല്ല ആര്യം ഇതൊക്കെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ ക്ഷമിക്കുമെന്നൊന്നും ആര്യം വിചാരിക്കരുത് കേട്ടോ. ഒരു രീതിയിലും ക്ഷമിക്കത്തില്ല. കാരണം ഇത് അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ആര്യൻ പറഞ്ഞത്. പിതാവിനെ പോയി സ്മരിക്കുന്നൊക്കെ എന്ത് കാര്യത്തിനാണ്? അനീഷ് അവിടെ അങ്ങനെ ആ രീതിയിലുള്ള അത്രയ്ക്ക് പ്രൊവോക്കേഷൻ ഒന്നും നടത്തിയില്ല ആര്യനെതിരായിട്ട്. പിന്നെ എന്തിനാണ് പിതാവിനെ പോയി സ്മരിക്കുന്ന? വീട്ടിൽ പോയി വിളിക്കുന്ന അനീഷാണ് പറഞ്ഞത്. പക്ഷെ അതവിടെ എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ആര്യന്റെ വലിയ സപ്പോർട്ടറായിട്ടുള്ള അക്ബർ തന്നെ 2-3 ആഴ്ച മുമ്പ് ആര്യൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ആര്യനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചപ്പോ ആര്യൻ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കിയതാണ്. അതേ ആര്യൻ തന്നെയാണ് ഇന്ന് അനീഷിനെ അത് വിളിച്ചത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഇരട്ടത്താപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് തോന്നി. ഈ അതിഥി തൊഴിലാളിയെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കൂ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എവിടെയോ ഞാൻ വായിച്ചു കേട്ടൊരു കമന്റ് ആണ് ആര്യനെ പറ്റി. ഞാൻ അത്ര നിഷ്പക്ഷ റിവ്യൂവർ ഒന്നും അല്ല. ഞാൻ അങ്ങനെയാണെന്ന് ഒരു അവകാശവാദം ഉന്നയിക്കുന്നുമില്ല. എല്ലാവർക്കും ഉള്ള പോലത്തെ തന്നെ ഫേവറേറ്റ്സ് എനിക്കും ഉണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. സ്ട്രോങ് പ്ലേയേഴ്സിന്റെ കൂട്ടത്തിൽ ആര്യനെ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം ആര്യൻ ഭയങ്കര വലിയ ഗെയിമർ ആണെന്നും ആര്യനെ ഇഷ്ടമാണെന്നും അല്ല അതിന്റെ അർത്ഥം. പലപ്പോഴും ആര്യൻ ഓവറാക്ട് ചെയ്ത് വെറുപ്പിക്കുന്നതായിട്ടും പിന്നെ ഈ രീതിയിലുള്ള തോന്നിവാസം മുഖത്ത് നോക്കി പറയുന്നതായിട്ടും ഒക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരു രീതിയിലും ആരോടും തന്നെ ഒരു ബഹുമാനമില്ലാതെ ആര്യൻ അവിടെ പെരുമാറാറുണ്ട്. ആര്യനേക്കാൾ അത്രയും വയസ്സിന് മൂത്തൊരു വ്യക്തിയാണ് അനീഷ്. അപ്പൊ അനീഷിനെ ഈ രീതിയിൽ വെറും ഒരു എന്താ പറയാ മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. പ്രായത്തെയെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് ബഹുമാനിക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ അനീഷിനെ വിളിച്ച ആ 3 കാര്യങ്ങളും ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ബിഗ് ബോസ് ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുമോ എന്തോ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.